ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോസ് ടി വി. എൻ്റെ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും അറിയായിരിക്കും ഞാൻ എൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലൈറ്റ് ഏതാണെന്ന്. നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന സാധാരണ LED ബൾബൊക്കെയാണ് ഞാൻ സാധാരണയായിട്ട് ലൈറ്റിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ്, സ്റ്റുഡിയോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പോയി കാണാവുന്നതാണ്. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഒരു ചെറിയൊരു അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട്. ചെറിയൊരു അപ്ഡേഷൻ, ഈ ലൈറ്റ് കുറച്ചുകൂടി ക്വാളിറ്റി വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ലൈറ്റും പിന്നെ അത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു അംബ്രല്ല, മറ്റേ സ്റ്റാൻഡും അംബ്രല്ല ഒക്കെ ഉള്ള ആ ഒരു സംഭവം ഞാൻ വാങ്ങിയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു അൺബോക്സിങ്, അതിൻ്റെ ഒരു പെട്ടിപ്പൊളിക്കലും പിന്നെ അതിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. സോ ഞാനിത് വാങ്ങുന്നതിന് മുമ്പ് ഇത് മലയാളത്തിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ മലയാളത്തിൽ നല്ലൊരു വീഡിയോ ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. സോ ഇനി ആരെങ്കിലും ഇത് വാങ്ങുകയാണെങ്കിൽ അവർക്ക് ഇത് യൂസ്ഫുൾ ആയോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഏതായാലും വീഡിയോയിൽ പോകാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ്. പിന്നെ നമ്മുടെ അംബ്രല്ല സ്റ്റാൻഡാണ് ഈ കാണുന്നത്. നല്ലൊരു പാക്കേജിൽ തന്നെയാണ് രണ്ടും വന്നത്, കുഴപ്പമില്ല. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒരുമിച്ച് ഓർഡർ ചെയ്ത് തന്നെയാണ്. പക്ഷേ ഈ ഒരു ലൈറ്റ് എനിക്ക് ഒരാഴ്ച മുമ്പേ ഡെലിവേർഡ് ആയി. ഇത് ഇപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പോൾ മീൻസ് കഴിഞ്ഞ ദിവസമാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതിന് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു അംബ്രല്ല സ്റ്റാൻഡ് എനിക്ക് കിട്ടിയത്. സോ ഞാൻ ഇത് നേരത്തെ കിട്ടിയോണ്ട് ഇതിൻ്റെ പെട്ടി പൊളിച്ചലൊക്കെ ഞാൻ കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി അധികം പൊളിച്ചാനൊന്നുമില്ല, ഞാനിത് ആദ്യം കഴിച്ചതാണ്. ഇതാണ് സംഭവം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ഈ ഒരു സംഭവം തന്നെയാണ് ഇത്. അപ്പോൾ ഈ ഒരു വീഡിയോ ലൈറ്റ് സോണി എന്ന് പറയുന്ന കമ്പനിയുടെ B4DX എന്ന് പറയുന്ന ഒരു വീഡിയോ ലൈറ്റാണ്. 1000 വാട്ട് പ്രീമിയം ലൈറ്റാണ്. അൾട്രാ വൈറ്റ് ഹാലോജൻ ലാമ്പാണ് ഈ ഒരു കാണുന്നത്. അപ്പോൾ ഇത് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ലൊരു ഒരു രക്ഷയില്ലാത്ത കിടുന്ന ലൈറ്റാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഏതായാലും ഇത് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഞാൻ ഇത് ഉപയോഗിച്ചതാണ്. പിന്നെ ഇത് നമുക്ക് നമ്മുടെ മറ്റേ അംബ്രല്ല ആ ഒരു സ്റ്റാൻഡുകളിൽ നമുക്കിത് ഫിറ്റ് ചെയ്യണം. സോ ഏതായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അതും കാണണ്ടേ, ഇത് ഞാൻ ഏതായാലും അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ, ഇത് നമുക്കിപ്പോൾ അൺബോക്സ് ചെയ്യാം. പെട്ടെന്ന് നമുക്കിതിന് അൺബോക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അംബ്രല്ല സ്റ്റുഡിയോ. സോ നമുക്കിത് ബാക്കി അൺബോക്സ് ചെയ്ത് വെക്കാം. സോ ഇതാണ് നമ്മുടെ സാധനം. എന്തോ ഒരു സാധനം നിലത്തിരുന്ന് എന്താ അറിയില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ അംബ്രല്ല ഉണ്ടോ, നമ്മുടെ കൊട. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ സ്റ്റാൻഡ്. ഓക്കെ, സോ ഇനി സാധനം നിലത്തിട്ടുണ്ട്, ഞാൻ പോയി കേട്ടോ. ഇത് നമ്മുടെ ലൈറ്റ് വെക്കാനുള്ള സാധനം വന്നിട്ടുണ്ട്. ഏതായാലും നമുക്കിതൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഷോപ്പി എന്ന് പറയുന്ന കമ്പനിയുടെ SP250 എന്ന് പറയുന്ന മോഡലുള്ള ഒരു അംബ്രല്ല ലൈറ്റിംഗ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. സോ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇത്. ഒരു കുഴപ്പമില്ല, നല്ലൊരു ക്വാളിറ്റി സ്റ്റാൻഡ് തന്നെയാണ് നമുക്ക് പറയാം. ഇത് ഞാൻ വാങ്ങിയപ്പോൾ ആമസോണിൽ ഇതിൻ്റെ വില വന്നത് ഏകദേശം 835 രൂപയാണ്. പിന്നെ നമ്മുടെ ലൈറ്റിൻ്റെ വില വന്നത് 685 രൂപയാണ്. നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് മൊത്തമായിട്ട് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ ഓരോ ഭാഗത്തും ഇവിടെ അടിയിൽ സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. സോ അത്ര പെട്ടെന്ന് ഇത് അങ്ങനെ വീഴാൻ ഡാമേജ് ഒന്നും പറ്റില്ല. സോ ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. സോ ഇനി നമുക്ക് ഇതിനൊപ്പം തന്നെ കിട്ടിയ ഈ ഒരു കൊട, ഒരു വൈറ്റ് അംബ്രല്ല ഉണ്ട്. ഇത് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു അംബ്രല്ല നമുക്ക് ഇത് ഫിറ്റ് ചെയ്യണം. സോ നമുക്കിത് ഈ ഒരു കൊട നമുക്കിത് ഫിറ്റ് ചെയ്യാം. എനിക്കിത് വലിയൊരു പരിചയമൊന്നുമില്ല. ഞാനും നിങ്ങളെ പോലെ തന്നെ ആദ്യമായിട്ട് ഈ ഒരു സംഭവം കാണുകയാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. സോ ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇതൊരു വെക്കാനുള്ള ലൈറ്റ്. ഈ ലൈറ്റിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രൂ വെച്ചാണ്ടാണ് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രൂ നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്താണ്ട് വെക്കുക. സോ ഇപ്പോൾ ഇതാ ഏകദേശം സെറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഈ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇനി നമുക്കിതിൻ്റെ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാകും. സോ ആ ഒരു ലൈറ്റ് നമുക്കിത് ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ്. ഓക്കെ, കിടിലൻ സെറ്റപ്പാണ്, കുഴപ്പമില്ല. കാരണം നമ്മൾ കൊടുത്ത പൈസക്കുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴയ മുത്തത് അവിടെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ റിഫ്ലക്ട് ചെയ്ത രീതിയിലുള്ള ചെറുതായിട്ടൊന്നും ഉണ്ടാക്കിയതാണ്. സോ അവിടെ ഉണ്ട്, നമ്മളെ വേറെ മുത്താണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇത് വാങ്ങാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വാങ്ങാം. വലിയൊരു വില ഒന്നുമില്ല. വിചാരിച്ച് പൈസ ഇല്ലാതെ പോയി വാങ്ങുന്നു വേണ്ട, ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. നല്ലൊരു നല്ലൊരു ലൈറ്റിംഗ് സെറ്റപ്പ് തന്നെയാണ് ഇത്. കണ്ടോ,
നല്ലൊരു കിടിലൻ ക്വാളിറ്റി ലൈറ്റ് തന്നെയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. സോ ഈ ഒരു ലൈറ്റ് ഈ ഒരു അംബ്രലയിൽ തട്ടി അതിങ്ങോട്ട് റിഫ്ലക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിലൂടെ കടന്നു വരുന്ന ആ ഒരു ലൈറ്റാണ് ഇത് കിട്ടുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ മുഖത്തേക്കോ അല്ലെങ്കിൽ എവിടേക്കും തളിക്കരുത്. കാരണം നല്ലൊരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ചൂടുണ്ട് ഇതിൽ കേസ്. ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഇതിൽ. ഒരു AC കൂടി വാങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് കേസ്. കാരണം അത്രക്കും ചൂടാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു എന്താ പറയുക, നമ്മൾ കൊടുത്ത പൈസ കിട്ടുന്ന നല്ലൊരു ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് തന്നെയാണ് യൂട്യൂബേഴ്സിനുള്ളത്. സോ വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാം. പിന്നെ നല്ല ചൂട് കിട്ടും. പിന്നെ 1000 വാട്ടാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കറണ്ട് ബില്ല് എത്രയാണോ അറിയില്ല, ഏതായാലും ഇതിനനുസരിച്ചുള്ള കറണ്ടൊക്കെ ആവാതെ. സോ നമ്മുടെ ആവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യാത്രേ ഉള്ളൂ. പിന്നെ 1000 വാട്ട് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ഒരു അലോഗൻ ട്യൂബ് ആയിട്ടാണ് തന്നെയാണ് ഇതിൻ്റെ ഇത്ര ഈ ഒരു എന്താ പറയുക ഈ ഹീറ്റ് വരുന്നത്. സോ ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോ ഇതായി നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഓൺ ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ കാണാം. ബൈ.